നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. എഴുത്തുകൊണ്ട് തിരിച്ചു പിടിക്കേണ്ടത് സാംസ്കാരിക തനിമയാണെന്ന് ടിബറ്റൻ കവി ടെൻസിൻ സ്യൂഡോ. പുലിക്കളി ആഘോഷ ബ്രോഷർ പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF ഭരണ നേതൃത്വത്തിന്റെ ദുർഭരണത്തിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. പ്രചരണ ജാഥ മൂർക്കനാട് സെന്ററിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPIM ജില്ലാ കമ്മിറ്റി അംഗവും ജാഥ ക്യാപ്റ്റനുമായ അഡ്വക്കേറ്റ് KR വിജയ, DYFI ജില്ലാ പ്രസിഡന്റും ജാഥ വൈസ് ക്യാപ്റ്റനുമായ RL ശ്രീലാൽ, CPIM ഏരിയ കമ്മിറ്റി അംഗവും ജാഥ മാനേജറുമായ ഡോക്ടർ KP ജോർജ്, CPIM ഏരിയ കമ്മിറ്റി അംഗം MP രാജു മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ജയൻ അരിമ്ര, MV വിൽസൺ, RL ജീവൻലാൽ എന്നിവർ പ്രസംഗിച്ചു. ആഗസ്റ്റ് 20, 21 തീയതികളിൽ നഗരസഭാ പ്രദേശത്ത് പര്യടനം നടത്തുന്ന ജാഥയ്ക്ക് 21 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ആഗസ്റ്റ് 21 വൈകിട്ട് 5 അയ്യങ്കാളി സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സാധാരണ നിലയ്ക്ക് ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണം 5 വർഷം അത് ഭൂരിപക്ഷ പാർട്ടി ഏതാണോ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിയാണ് അതിൻ്റെ നേതൃത്വം. കൂട്ടുകക്ഷിയാണെങ്കിൽ അവരുമായി ചിലപ്പോൾ അധികാരം പങ്കിടുന്ന സ്ഥിതിയുണ്ട്. നമ്മുടെ പാർട്ടി CPIയും CPIMും ചേർന്ന് മത്സരിക്കുമ്പോൾ 2 പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെയർമാൻഷിപ്പോ അല്ലെങ്കിൽ പ്രസിഡന്റ്ഷിപ്പോ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഈ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ കക്ഷി കേരള കോൺഗ്രസ് ആണ്. അപ്പൊ ഇവരുടെ ഒരു ധാരണ, കേരള കോൺഗ്രസ് ഇതിന്റെ വൈസ് ചെയർമാൻ, അങ്ങനെ വരുമ്പോ ഇതിന്റെ ചെയർമാൻ ആരായിരിക്കണം? ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്, ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷം. എഴുത്തുകൊണ്ട് തിരിച്ചു പിടിക്കേണ്ടത് സാംസ്കാരിക തനിമയാണെന്ന് ടിബറ്റൻ കവി ടെൻസിൻ സ്യൂഡോ. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ഇംഗ്ലീഷ് അസോസിയേഷൻ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുതുന്നത് മറവിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ സംസ്കാരവും ഭാഷയും ഓർമ്മിക്കപ്പെടാനാണ്. ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന ഇന്ത്യക്കാരല്ലാത്ത ടിബറ്റൻ ജനതയ്ക്ക് അവരുടെ ഭാഷയുടെ സ്വാഭാവിക ചുറ്റുപാടുകളില്ല. സ്വന്തം നാടിന്റെ വേരുകളില്ല. അധിനിവേശം നടത്തുന്ന ചൈനയ്ക്കെതിരെ ആയുധം കൊണ്ടല്ല, മഹത്തായ ഭാരതീയ ആദർശമായ അഹിംസ മുറുകെ പിടിച്ച് ഭാഷ കൊണ്ട് പ്രതിരോധിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ടെൻസിൻ സ്യൂഡോ പറഞ്ഞു. ഒരു എഴുത്തുകാരൻ സ്വന്തം ഭാഷയെയും സ്വത്വത്തെയും തിരിച്ചറിയണം.
തൻ്റെ ശൈലിയെയും ശബ്ദത്തെയും തിരിച്ചറിഞ്ഞാലേ എഴുത്തുവഴികളിൽ വേറിട്ട് നിൽക്കാനാവൂ. നിരീക്ഷണങ്ങളിലൂടെയും വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെയും സംവദിക്കാനാകണം. ക്രിയാത്മക വിമർശനങ്ങളിലൂടെ വേണം നല്ല എഴുത്തുകാർ രൂപപ്പെടേണ്ടതെന്ന് ടെൻസിൻ സ്യൂണ്ടു ചൂണ്ടിക്കാട്ടി. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആൻമേരി അനിൽ, റേച്ചൽ റോയ് എന്നിവർ പ്രസംഗിച്ചു. ഇംഗ്ലീഷ് വിഭാഗ മേധാവി ഡോക്ടർ സാജോ ജോസ് സ്വാഗതവും അസോസിയേഷൻ സെക്രട്ടറി മറിയം ഹംസ നന്ദിയും പറഞ്ഞു. Today, I'm grateful that the college invited me here to speak not only about exile, but most importantly about craftsmanship, about writing. How does it start? What does it involve in writing? And how do you pursue consistently? How do you then become a writer? Importance of storytelling, and importance of writing poetry. How do you find belief, conviction in poetry? So these are some of the things, very big things, but some of the things that I want to share with you in this session. I believe that the most powerful thing in the world is not the missiles, not nuclear weapons, but ideas. Ideas are the most powerful thing in the world. Ideas can change people. Ideas can inspire. Ideas can bring courage. Ideas can create a new world. Ideas can destroy a world. Ideas can kill people. And these ideas live not on its own. Ideas live in stories. So stories, writing, telling are some of the most powerful things that human beings have ever done. Wars are fought. It's all based on stories. പുലിക്കളി ആഘോഷ ബ്രോഷർ പ്രകാശനം ചെയ്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 6-ന് ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിക്കുന്ന 5ാമത് പുലിക്കളി ആഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം ഇന്നസെന്റ് സോണറ്റ് നിർവഹിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ഷാജൻ ചക്കാലക്കൽ സ്വാഗതവും സെക്രട്ടറി ലൈജു വർഗീസ് നന്ദിയും പറഞ്ഞു. അവർ 2019-ലാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പുലിക്കളിയോടെ സംഘടിപ്പിച്ചത്. അന്ന് അപ്പാപ്പനായിരുന്നു ഇത് എന്താ പറയുക പ്രകാശനം ചെയ്തത്. എന്തായാലും ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട ഈ പുലിക്കളി ആഘോഷം വളരെ ആഘോഷകരമായി ഇരിങ്ങാലക്കുടക്കാരെ ഏറ്റെടുക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ആനന്ദപുരം EMS ഹാൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചുറ്റിലപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുനിത മനോജ്, കാർത്തിക ജയൻ, കിഷോർ PT, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS രമേശ് സ്വാഗതവും സെക്രട്ടറി നിഖിൽ KK നന്ദിയും പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ ജലത്തിലെ മത്സ്യത്തെ പോലെ പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ജനങ്ങൾക്കിടയിൽ ജലത്തിലെ മത്സ്യത്തെ പോലെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികൾ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷവും അഭിമാനവും പകരുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതൊരു ഹോളാണ്. എല്ലാവർക്കും ഒത്തുചേരാനുള്ള പൊതു ഇടങ്ങൾ കൂടുതൽ ശക്തിയോടെ ഉറപ്പാക്കിയിട്ടുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അവരെ വിദ്വേഷവും അസഹിഷ്ണുതയും കൈമുതലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളായി കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും പൊതു ഇടങ്ങൾ മാറുകയാണ്.
വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും കേന്ദ്രങ്ങളായി പൊതു ഇടങ്ങളെ മാറ്റി തീർക്കുകയാണ്. നമ്മുടെ പൊതു ചടങ്ങുകളും ഉത്സവാഘോഷങ്ങളും എല്ലാം വലിയ രീതിയിൽ വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ നേരിടുന്ന നിലയിൽ ഓരോ കളികളിൽ മനുഷ്യരെ ഇടുന്ന രീതിയിലുള്ള സമീപനങ്ങൾ പെരുകി വരികയാണ്. വളരെ ഭീഷണിയാണ് നാട്ടിലെ സമാധാന ജീവിതത്തിന് ഈ വക സമീപനങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മിൽക്കി മിസ്റ്റ് ഡയറി ഉൽപ്പന്നങ്ങളുടെ ഷോറൂം ഇരിങ്ങാലക്കുട ഠാണാവിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂം ഉടമ സജി മിൽക്കി മിസ്റ്റ്, ജനറൽ മാനേജർ ജഗദീഷ് എന്നിവർ പങ്കെടുത്തു. ഒരു ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവിധ തൈര്, ബട്ടർ, ചീസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, നെയ്യുണ്ട്, മിൽക്ക് മെയ്ഡ്, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം റീസണബിൾ റേറ്റിന് കമ്പനി ഓഫറിൽ ഇവിടെ കിട്ടുന്നതായിരിക്കും. ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ് ഗ്രൂപ്പ് ഇരിങ്ങാലക്കുട പുല്ലൂരിൽ ആരംഭിക്കുന്ന പുതിയ ഷോറൂം ആഗസ്റ്റ് 20 ബുധനാഴ്ച രാവിലെ 11 പ്രശസ്ത ചലച്ചിത്ര താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ചിറക്കേക്കാരൻ, ഡയറക്ടർ ലെനീഷ് ചിറക്കേക്കാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇന്റീരിയർ ഡിസൈനർ അജയ് ശങ്കർ മുഖ്യാതിഥിയായിരിക്കും. തൃശ്ശൂരിൻ്റെ ഒരു ബ്രാഞ്ച് ഇരിങ്ങാലക്കുട പുല്ലൂരിൽ മിഷൻ ആശുപത്രിക്ക് സമീപം ഓഗസ്റ്റ് 20 11 മണിക്ക്, അതായത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് ചിറ്റിലപ്പള്ളി മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പ്രമുഖ ഇന്റീരിയർ ഡിസൈനറും ഡോക്ടർ ഇന്റീരിയർ ബ്ലോഗറുമായ ശ്രീ അജയ് ശങ്കർ മുഖ്യാതിഥിയായിരിക്കും. പ്രശസ്ത ആർക്കിടെക്റ്റ് ശ്രീമതി സോണിയ ലിജേഷ് ആദ്യ വിൽപ്പന നിർവഹിക്കുന്നു. ശ്രീ ബെസ്റ്റിൻ ജോയി, ശ്രീ എബിൻ വെള്ളാനിക്കാരൻ, ശ്രീ സിജോ ചിറക്കേക്കാരൻ എന്നിവർ ആശംസകൾ നേരുന്ന യോഗത്തിന് ശേഷം നിരവധി ഓണസമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ നൽകുന്നു. ഈ ഓണം മുതൽ ആ ഓണം വരെ എന്ന ₹1,00,000 സമ്മാന പദ്ധതിക്ക് അന്നേ ദിവസം തുടക്കം കുറിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. എഴുത്തുകൊണ്ട് തിരിച്ചു പിടിക്കേണ്ടത് സാംസ്കാരിക തനിമയാണെന്ന് ടിബറ്റൻ കവി ടെൻസിൻ സ്യൂഡോ. പുലിക്കളി ആഘോഷ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.